അന്താരാഷ്ട്ര മ്യൂസിയം ദിനാഘോഷത്തിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് മ്യൂസിയത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയത്തിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ട ചിത്രരചന കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 70 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കവിയും എഴുത്തുകാരനുമായ MR രേണുകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകം ഒരുപാട് രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും രാജ്യങ്ങളായി വിഭജിക്കപ്പെടാതിരിക്കാൻ കഴിയില്ല. ഭൂമിശാസ്ത്രപരമായിട്ട് ആണ് രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷെ അതിലപ്പുറം ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും ഒക്കെ മേഖലകളിൽ ലോകം മുഴുവൻ ഒരൊറ്റ കെട്ടായി യുണൈറ്റഡ് ആവേണ്ട ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം കാര്യത്തിലേക്ക് ലോകത്തെ മുഴുവൻ മനുഷ്യരും, മുഴുവൻ ജീവജാലങ്ങളും, പക്ഷിമൃഗാദികളും എല്ലാവരും നന്മയെ കരുതി, സാമൂഹ്യ നീതിയെ കരുതി, ജനാധിപത്യത്തെ കരുതിയൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരാറുണ്ട്. നമുക്കറിയാം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും യുദ്ധത്തിനെതിരാണ്. ആരെ തോൽപ്പിക്കുന്നു, ആരുടെ ഭാഗത്തെ ന്യായം എന്നല്ല നമ്മൾ ആലോചിക്കുന്നത്. യുദ്ധക്കെടുതിയിലൂടെ ആ ദേശത്തുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചാണ് നമുക്ക് സങ്കടം തോന്നുക. വൈക്കം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ D. രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം സൂപ്രണ്ട് മഞ്ജു A. സ്വാഗതവും ക്ലർക്ക് ആര്യ SS കൃതജ്ഞതയും രേഖപ്പെടുത്തി. മ്യൂസിയം സൗഹൃദ സമിതി അംഗമായ D. ബാബുരാജ്, കേരള ട്രഡീഷണൽ ഓയിൽ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ലിജിത്ത് N. ഗംഗാധരൻ, ആർട്ടിസ്റ്റായ വൈക്കം പ്രഭ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. LP വിഭാഗത്തിൽ സാത്വിക് P. സുദേശ് 1ാം സ്ഥാനവും ദുർഗ, അരുണിമ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ സൂര്യ സാബു 1ാം സ്ഥാനവും സ്വാംശി S. പ്രഭു, ശിവകാമി എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കാർത്തിക് S. 1ാം സ്ഥാനവും ഋതുനന്ദ, സ്നേഹ സാബു എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. i4 ന്യൂസ്, വൈക്കം.